നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്ത ആക്രമണം രൂക്ഷമായതോടെ ഗൾഫ് മേഖലയിൽ ആശങ്ക. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി വിമാന കമ്പനികൾ. പത്മജ വേണുഗോപാലിനെ പുകഴ്ത്തി സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. തൃശൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുള്ള ആളാണ് പത്മജിയെന്നും അത് അവരുടെ മനസ്സ് കണ്ടാൽ അറിയാമെന്നും ഔസേപ്പച്ചൻ. ഈഴവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത കൂടുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണി പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്ത് അഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാക്കശ്ശേരി സ്വദേശി ലിജിൻ. 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. വാർത്തകൾ വിശദമായി നോക്കാം. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്താക്രമണം രൂക്ഷമായതോടെ ഗൾഫ് മേഖലയിൽ ആശങ്ക. മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് UAE 3 ദിവസത്തേക്ക് സ്കൂളുകൾ അടച്ചു. പരീക്ഷകൾ മാറ്റിവെക്കുകയും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് ഗ്ലോബൽ വില്ലേജ് അടച്ചു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 17, കരിപ്പൂരിൽ നിന്ന് 21, നെടുമ്പാശ്ശേരിയിൽ നിന്ന് 16 വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടു. ഞായറാഴ്ച റിയാദിലേക്ക് ഒരു വിമാന സർവീസ് മാത്രമാണ് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ നിന്ന് 32 സർവീസുകളാണ് 2 ദിവസത്തിനിടെ റദ്ദാക്കിയത്. കരിപ്പൂരിൽ ഇറങ്ങേണ്ടിയിരുന്ന 25 വിമാനങ്ങളും സർവീസ് അവസാനിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 2 വിമാനങ്ങളാണ് ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തിയത്. ഞായറാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട വിമാനം 1.5 മണിക്കൂറിന് ശേഷം തിരിച്ച് കൊച്ചിയിൽ തന്നെ ഇറക്കിയിരുന്നു. അതിനിടെ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ താൽക്കാലിക പിൻഗാമിയായി ആയത്തുള്ള അലി റോസ അർഹാഫിയെ നിയമിച്ചു. ഇറാനിലെ ഇസ്രായേൽ US ആക്രമണത്തിനെതിരെ വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ട്രഷറർ PA ഷഹീദ്, MN സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തൃശൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുള്ള ആളാണ് പത്മജിയെന്നും അത് അവരുടെ മനസ്സ് കണ്ടാൽ അറിയാമെന്നും സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. NDA തൃശൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃശൂർ പാലസ് റോഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ ലീഡർ കരുണാകരന്റെ മകളായതുകൊണ്ടല്ല, മറിച്ച് പത്മജിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് താൻ വന്നതെന്നും BJP എന്നത് കോടിക്കണക്കിന് ഭാരതീയ ജനതയുടെ പാർട്ടിയാണെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു. ചതിക്കുന്ന സ്വഭാവം BJPക്ക് ഇല്ലെന്നും ജാതിയും മതവും ഒന്നും താൻ നോക്കാറില്ലെന്നും BJP ദേശീയ കൌൺസിൽ അംഗം പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇവിടെ വികസനം വരണമെങ്കിൽ നല്ല MLA വരണം. താൻ MLA ആയാൽ ചെയ്യേണ്ടത് ചെയ്തിരിക്കുമെന്നും ഇപ്രാവശ്യം തൃശൂർ നമ്മൾ പിടിച്ചിരിക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. KR ഹരി, മുരളി, രവികുമാർ ഉപ്പത്ത്, CN ബാബു തുടങ്ങിയവരും സംസാരിച്ചു. ഈഴവർ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണി പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പിന്നിട്ടതിന്റെയും രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചതിന്റെയും ഭാഗമായി SNDP മണ്ണുത്തി യൂണിയൻ പുത്തൂർ പുഴയോരം കൺവെൻഷൻ സെന്ററിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈഴവൻ മാത്രം ജാതി പറയരുത്, മറ്റുള്ളവർക്കെല്ലാം പറയാം. ഈഴവർ ഉയർന്നു വരുന്നത് കണ്ടാൽ അവരെ ജാതി പറഞ്ഞ് വ്യക്തിഹത്യ നടത്താൻ സംഘടിത ശ്രമമാണ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി R ശങ്കർ, VS അച്യുതാനന്ദൻ എന്നിവരും KR ഗൗരിയമ്മയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഇതിന്റെ ഇരകളാണ്. ജാതി വിവേചനം ഉയർന്നതോടെയാണ് SNDP യോഗം രൂപം കൊണ്ടത്. രാഷ്ട്രീയം മറന്ന് അച്ചടക്കത്തോടെ വളരാൻ ഈഴവ സമൂഹത്തിന് സാധിക്കണം. സംവരണം പോലും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചരിത്രത്തെ വളച്ചൊടിച്ചാണ് പലരും മുന്നോട്ട് പോകുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സ്വീകരണ സമ്മേളനം മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു.
യൂണിയൻ പ്രസിഡന്റ് ഇ കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി ബ്രുഹുണൻ മനക്കലാത്ത്, സുന്ദരൻ കുന്നത്തുള്ളി, അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ബീന തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഹെലിപ്പാഡിലിറങ്ങിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ വിശ്വനാഥ് ഹാർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി ആർ ബിന്ദു, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേവമാതാ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഗവർണർ രാജേന്ദ്ര ഹാർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും പങ്കെടുത്തു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിയന്ത്രിക്കുന്നതിനായി രൂപം നൽകിയിട്ടുള്ള ആധുനിക ഡ്രോൺ സൈഡഡ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പട്ടാഭിരാമൻ ഉപരാഷ്ട്രപതിക്ക് ഉപഹാരം സമ്മാനിച്ചു. ചേംബർ സെക്രട്ടറി സോളി തോമസ്, ട്രഷറർ ഷൈൻ തറയിൽ എന്നിവരും സന്നിഹിതരായിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ. ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ വീട്ടിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. പാവറട്ടി മുല്ലശ്ശേരിയിൽ ആയുർവേദ മരുന്നു ഫാർമസി നടത്തുന്ന കാക്കശ്ശേരി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി 7-ാം കല്ല് വെസ്റ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ. തൃശൂർ റൂറൽ ഡാൻസ് സബ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി ശേഖരം പിടികൂടിയത്. വീട് കയറി ആക്രമണം നടത്തിയ കേസിലും തട്ടിപ്പ് കേസിലും പ്രതിയാണ് പിടിയിലായ ലിജിൻ. യോഗക്ഷേമ സഭ ജില്ലാ ഘടകത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഹിരൺമയത്തിന് തൃശൂർ വിവേകോദയം സ്കൂളിൽ തിരിതെളിഞ്ഞു. മുൻ സംസ്ഥാന പ്രസിഡന്റ് വൈക്കം PN നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഹിരൺമയം ചെയർമാൻ കൃഷ്ണൻ കാരക്കാട് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് മേരടം ശ്രീകുമാർ പദ്ധതി അവതരണം നടത്തി. മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ VT അനുസ്മരണ പ്രഭാഷണവും മലയാളം സർവകലാശാല സാഹിത്യ പഠന വിഭാഗം അധ്യക്ഷ ഡോക്ടർ ശുഭ കുറൂർ അനുസ്മരണവും നടത്തി. കാവനാട് കൃഷ്ണൻ നമ്പൂതിരി, ദേവൻ കറേക്കാട്, യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അജയ് ശർമ്മ മുന്നൂർലി എന്നിവരും സംസാരിച്ചു. അധ്യാപക യോഗ്യതയ്ക്കുള്ള കേടെക് പരീക്ഷയിൽ മിനിമം മാർക്ക് സംവരണം ഒഴിവാക്കണമെന്നും പരീക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് ആരംഭിച്ചു. ഉത്സവത്തിന്റെ 2ാം വിളക്ക് മുതലാണ് പ്രസാദൂട്ട് ആരംഭിക്കുന്നത്. തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. 20,000-ത്തിലധികം ഭക്തരാണ് ആദ്യ ദിനത്തിലെ പ്രസാദൂട്ടിൽ പങ്കെടുത്തത്. ഇതിനു പുറമെ 2 നേരങ്ങളിലായി 1,00,000-ത്തോളം കുടുംബങ്ങൾക്ക് ഉത്സവ പകർച്ചയും നൽകി. ഒരേ സമയം 1,200-ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. രാവിലെ തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂരപ്പന്റെ ചിത്രത്തിനു മുന്നിൽ ഇലയിട്ട പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വിഭവങ്ങൾ വിളമ്പിയതോടെയാണ് പ്രസാദൂട്ട് ആരംഭിച്ചത്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥ്, മനോജ് B നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഉച്ചയ്ക്ക് 2 മണിക്ക് വരി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും തിരക്ക് കണക്കിലെടുത്ത് 3 മണിവരെ പ്രസാദൂട്ട് നൽകി. 18 പന്തികളിലായി 21,600 പേരാണ് പ്രസാദൂട്ടിൽ പങ്കാളികളായത്. രാവിലെ കഞ്ഞി, മുതിരപ്പുഴുക്ക്, പപ്പടം എന്നിവയും ഉച്ചയ്ക്ക് ചോറ്, കാളൻ, ഓലൻ, ഉപ്പിലിട്ടത്, പപ്പടം എന്നിവയുമാണ് വിഭവങ്ങൾ. ആറാട്ട് ദിവസമായ 9 വരെ പ്രസാദൂട്ട് തുടരും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ പുഷ്പോത്സവം തുടരുന്നു. ക്ഷേത്രപ്രവേശ സത്യാഗ്രഹ സ്മാരക ഗ്രൌണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നടൻ TG രവി നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ V അനൂപ്, ഷാനി റജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ തുടങ്ങിയവരും സംസാരിച്ചു. പുഷ്പഫല സസ്യ പ്രദർശനം, സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് എന്നിവയും വിവിധ കലാപരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില എണ്ണക്കമ്പനികൾ കൂട്ടി. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 1776 രൂപയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ പുതുക്കിയ വില. വീട്ടാവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ മാറ്റമില്ല. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ എണ്ണക്കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതി മാറ്റം വരുത്താറുണ്ട്. ABVPയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സ്വയം പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ വിദ്യാർത്ഥി റാലി നടത്തി. തുടർന്ന് തെക്കേ ഗോപുര നടയിൽ ചേർന്ന പൊതുസമ്മേളനം ഡോക്ടർ VS പ്രിയ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം അവന്തിക, സാന്ദ്ര, മാളവിക തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിന്റെ ചരിത്രത്തെക്കുറിച്ച് സൈമൺ വേലൂക്കാരൻ രചിച്ച തൃശ്ശിവപ്പേരൂർ പുരാവൃത്തം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ TR വേണുഗോപാൽ ഏറ്റുവാങ്ങി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. KJ ആന്റണി അധ്യക്ഷത വഹിച്ചു. MP സുരേന്ദ്രൻ, ഫാദർ ദേവസി പന്തല്ലുകാരൻ, ജോൺസൺ വേലൂക്കാരൻ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് VM ജോണി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നൽകിയ വാക്ക് പാലിച്ചു. ഉർവശി അമ്മയ്ക്ക് ഇനി മഴയും മഞ്ഞുമേൽക്കാതെ അന്തിയുറങ്ങാം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ പറമ്പ് വാർഡിൽ മേൽക്കൂരയില്ലാത്ത 4 ചുവരുകൾക്ക് കീഴിലാണ് ഉർവശി എന്ന വയോധിക കഴിഞ്ഞു പോന്നിരുന്നത്. രാത്രികാലങ്ങളിൽ സമീപ പ്രദേശത്തെ വീടുകളുടെ വരാന്തയായിരുന്നു ഇവർക്ക് അഭയം. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഇവർക്ക് സൗകര്യമുണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് വോട്ട് തേടിയെത്തിയ UDF സ്ഥാനാർത്ഥി VM ജോണി താൻ വിജയിച്ചാൽ ഉർവശിക്ക് ചെറുതെങ്കിലും അടച്ചുറപ്പുള്ള വീടൊരുക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. വാർഡ് കൌൺസിലറായുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞ് VM ജോണി ആദ്യം ഏറ്റെടുത്തത് ഉർവശിക്ക് വീടൊരുക്കൽ എന്ന യജ്ഞമാണ്. തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീട് ഉർവശിക്കായി VM ജോണി തയ്യാറാക്കി. ഒറ്റപ്പെടലിന്റെയും സുരക്ഷിതത്വമില്ലായ്മയുടെയും ഇരുളിൽ കഴിഞ്ഞിരുന്ന വയോധികയ്ക്ക് മുന്നിൽ കരുതലിന്റെ കരം നീട്ടിയ ജനപ്രതിനിധിയും സുഹൃത്തുക്കളും സന്മനസിന്റെ അടയാളമായി മാറുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിന് സമീപം വന്നിരുന്നു. അന്നാണ് ഉർവശി ചേച്ചിയുടെ അവസ്ഥ എന്ന് മനസ്സിലായത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ചേച്ചിക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഒരു അടച്ചുറപ്പുള്ളൊരു വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ജയിച്ച് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് നല്ലവരായ കുറച്ച് പേരെല്ലാം സഹായിച്ചു. ഇന്നിതാ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ചേച്ചിക്ക്, ഉർവശി ചേച്ചിക്ക് അങ്ങനെ ഭവനം പൂർത്തീകരിച്ചിരിക്കുക. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ ഗിരീഷ് പുത്തഞ്ചേരി സ്മൃതി സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ ഹരി P നായർ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരനും ഫോറം പ്രസിഡന്റുമായ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, സാഹിത്യകാരന്മാരായ K രഘുനാഥൻ, MD രത്നമ്മ, നഫീസത്ത് BV, രാജലക്ഷ്മി മാനഴി, അപർണ ബാലകൃഷ്ണൻ, P വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനോപഹാരവും അരങ്ങേറി. ഇടവേള.
കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. PN പണിക്കരുടെ 117ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റി ഒളരിക്കരയിൽ സാമൂഹ്യ പ്രവർത്തക ദിനാചരണം സംഘടിപ്പിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. PV രാജു അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ബദറുദ്ദീൻ ഗുരുവായൂർ, കോർഡിനേറ്റർ MA സാദിഖ്, സുനിത ബാബു, KN ഷീജ, CT വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തൃശൂർ ഗ്രൂപ്പിലെ 17 ദേവസ്വങ്ങളിലേക്ക് ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് സൌകര്യമൊരുക്കുന്നതിനു വേണ്ടി വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് K രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രകാശ് അയ്യർ, മധുസൂദനൻ, സുപ്രീം കോടതി അഭിഭാഷകൻ ഗിരീഷ് എന്നിവരെ ആദരിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ, വടക്കുന്നാഥൻ ഉപദേശക സമിതി സെക്രട്ടറി മനോജ്, കൃഷ്ണൻ, പ്രശാന്ത് നായർ എന്നിവർ സംസാരിച്ചു. ചിനക്കത്തൂർ പൂരത്തിന്റെ സുപ്രധാന ചടങ്ങായ കാളകളിക്കുള്ള കാളയെ ഒരുക്കുന്ന തിരക്കിലാണ് തിരുവല്ലോമല കാക്കാക്കുണ്ട് പ്രദേശവാസികൾ. മന്തത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് കാളയൊരുക്കുന്നത്. പ്രദേശവാസിയായ ചെള്ളിയാണ് വർഷങ്ങളായി കാളയെ നിർമ്മിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകനായ തങ്കപ്പൻ ചുമതല ഏറ്റെടുത്തു. ഉണങ്ങിയ വാഴയിലയും വൈക്കോലും ഉപയോഗിച്ചാണ് കാളയെ നിർമ്മിക്കുന്നത്. തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതിയും ചിനക്കത്തൂർ ഭഗവതിയും തമ്മിലുള്ള ഐക്യത്തിന്റെ ഭാഗമായാണ് തിരുവല്ലോമലയിൽ നിന്നും ഒറ്റപ്പാലം തെക്കുമംഗലം ദേശത്തിന്റെ ദേശക്കാള പങ്കെടുക്കുന്നത്. പൂരദിവസം പ്രദേശത്തെ വീടുകളിൽ കാളകളി കഴിഞ്ഞ ശേഷം കാളയെയും ചുമലിലേറ്റി കാൽനടയായി ചിനക്കത്തൂർ കാവിലേക്ക് തിരിക്കും. പുരുഷന്മാർ കാളയെ എടുക്കുമ്പോൾ സ്ത്രീകൾ അലങ്കരിച്ച ഓലക്കുടകൾ എടുക്കും. കാള കയറിയില്ലെങ്കിലും വീടുകളിലേക്ക് കുടകൾ കയറണമെന്നാണ് ഐതിഹ്യം. ചിനക്കത്തൂർ പൂരം അവസാനിപ്പിക്കുന്നതും കാളകളിയോടെയാണ്. TCV ന്യൂസ്, ചേലക്കര. റിയൽ എസ്റ്റേറ്റ് അസോസിയേഷന്റെ കൂട്ടായ്മയായ ഭൂമികയുടെ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ചങ്കമ്പുഴ ഹാളിൽ നടന്ന കൺവെൻഷനിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് VA രഞ്ജിത്ത് അധ്യക്ഷനായി. ആധാരമെഴുത്ത് അസോസിയേഷൻ പ്രസിഡന്റ് PP പ്രകാശ് കുമാർ, മുൻ സർവേ സൂപ്രണ്ട് ബിജു നാരായണൻ എന്നിവരും സംസാരിച്ചു. രജിസ്ട്രേഷനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഭൂമിയുടെ ഫെയർ വാല്യൂവും കുറയ്ക്കണമെന്ന് സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. SFI നേതാവായിരുന്ന RK കൊച്ചനിയന്റെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CMS സ്കൂൾ പരിസരത്ത് നിന്ന് കൊച്ചനിയൻ കുത്തേറ്റ് മരിച്ച രാമനിലയം പരിസരത്തേക്ക് വിദ്യാർത്ഥി റാലിയും വൈറ്റ് വളണ്ടിയർ മാർച്ചും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S ബിപിൻ ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി T അഭിജിത്ത്, DYFI ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി T സുധാകരൻ തുടങ്ങിയവരും സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവ്. ഞായറാഴ്ച ഗ്രാമിന് 400 രൂപയും പവന് 3200 രൂപയും വർദ്ധിച്ചു. ഗ്രാമിന് 15865 രൂപയും പവന് 1,26,920 രൂപയുമാണ് ഞായറാഴ്ചത്തെ വില.
ശനിയാഴ്ച 2 തവണകളിലായി 5240 രൂപ പവന് വർദ്ധിച്ചു. 2 ദിവസം കൊണ്ട് 8440 രൂപയുടെ വർധനവാണ് സ്വർണത്തിനുണ്ടായത്. ഇസ്രയേലും യുഎസും ചേർന്ന് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതോടെയാണ് സ്വർണവില വീണ്ടും കുതിപ്പ് തുടങ്ങിയത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാര കടപ്പുറത്ത് കടൽപ്പന്നിയുടെ ജഡം കരക്കടിഞ്ഞു. തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും വർഗത്തിൽപ്പെട്ട സസ്തനിയാണ് കടൽപ്പന്നി. കറുത്ത നിറമുള്ള ശരീരവും ഉരുണ്ട മുഖവുമാണ് ഇവയ്ക്ക്. പുതിയതായി രൂപീകരിക്കുന്ന ഒളരിക്കര പുലിക്കളി സംഘത്തിന്റെ പ്രഥമ ആലോചനാ യോഗം ഒളരിക്കര ഗ്രാമീണ വായനശാലയിലെ മുല്ലനേഴി സ്മാരക ഹാളിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PM ഷാനവാസ്, വായനശാല വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോഷ് ചാക്കോ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ ചെസ് ടൂർണമെന്റ് അടാട്ട് ഭാരതി വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുൻ DVSP KK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PV സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KV മനോജ്, KM ഹരി, വൈസ് പ്രിൻസിപ്പൽമാരായ രശ്മി മേനോൻ, T മിനി തുടങ്ങിയവരും സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ KG പ്രേംസിംഗ് സമ്മാനദാനം നിർവഹിച്ചു. ചാലക്കുടി പോട്ടയിൽ കുളം ശുചീകരിക്കുന്നതിനിടയിൽ 12 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. യൂത്ത് കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയും കൌൺസിലർമാരും സംയുക്തമായി നടത്തിയ കുളം വൃത്തിയാക്കൽ ശ്രമദാനത്തിനിടയിലാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയതും പിടികൂടിയതും. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി വനംവകുപ്പ് റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി ഇതിനെ പിടികൂടി കൊണ്ടുപോയി. കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര, വിനീത ഷാന്റോ, റീന ഡേവിസ്, ഷിഫ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുളത്തിന്റെ ശുചീകരണം. വാണിജ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ സൂപ്പർ സ്പെഷ്യാലിറ്റി നേത്രാശുപത്രി ശൃംഖലയായ ദി ഐ ഫൗണ്ടേഷന്റെ 27ാമത് ശാഖ തൃശൂർ കുറുക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ 30 ലക്ഷത്തിലധികം രോഗികൾക്ക് കാഴ്ചയുടെ വെളിച്ചം നൽകിയ ഐ ഫൗണ്ടേഷന്റെ സാംസ്കാരിക നഗരിയിലെ പുതിയ ആശുപത്രിയുടെ ഉദ്ഘാടനം കല്യാൺ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ നിർവഹിച്ചു. IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ബേബി തോമസ്, സിഡ്ബി ഡെവലപ്പേഴ്സ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ്, ദി ഐ ഫൗണ്ടേഷൻ ഗ്രൂപ്പ് ഓഫ് ഐ ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രേയസ് രാമമൂർത്തി എന്നിവർ സന്നിഹിതരായി. ദേശീയ ഗുണനിലവാര മാനദണ്ഡമായ NABH പ്രകാരം വിഭാവനം ചെയ്ത 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ചികിത്സാ സമുച്ചയത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 2 അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, 7 കൺസൾട്ടേഷൻ റൂമുകൾ, 12 ഒപ്റ്റോമെട്രി ലൈനുകൾ, പ്രത്യേക ഒഫ്താൽമിക് ലാബ്, 7 എക്സ്ക്ലൂസീവ് ഇൻപേഷ്യന്റ് റൂമുകൾ, 10 ഡേ കെയർ യൂണിറ്റുകൾ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ സ്പെഷ്യാലിറ്റികളിൽ രോഗികൾക്ക് മിതമായ നിരക്കിൽ ലോകോത്തര നേത്രപരിചരണം ഉറപ്പുവരുത്തുകയാണ് ദി ഐ ഫൗണ്ടേഷന്റെ ദൗത്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. This is our 6th hospital in this Kerala region. Every speciality of eye, everything will be covered in all our hospitals. All the latest of equipment will be available, and we also use the best of technology. So apart from the quality of the doctors, it's also the technology that is available to them which helps to give the best of care to the people here. Also, we are very important is that we are affordable. Even the economically weaker sections will get the best of treatment available. We have our own charitable services which are available. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃശൂർ നിവാസികൾക്ക് ആദ്യ 2 മാസം നേത്രപരിശോധനയും കൺസൾട്ടേഷനും സൗജന്യമായിരിക്കും. മൂന്ന് പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷനായ വോക്ക് സ്ട്രീറ്റ് തൃശൂർ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ച ആഗോള രുചികളുടെ പുതിയ കേന്ദ്രമായ വോക്ക് സ്ട്രീറ്റ് ദി ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷന്റെ ഉദ്ഘാടനം വോക്ക് സ്ട്രീറ്റ് മാനേജിംഗ് പാർട്ണർ PM അമീർ, പാർട്ണർമാരായ OV ഷാബു, RA ഹാഷിം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എഴുത്തുകാരുമായ ശരത് കൃഷ്ണ, ഗീതമ്മ, മറ്റു വ്യവസായ പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ നഗരഹൃദയത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയും മനോഹരമായ ഇന്റീരിയർ ഡിസൈനുകളോടെയും പച്ചപ്പിന്റെ ആംബിയൻസും മിസ്റ്റും നിറഞ്ഞ സുഖശീതളമായ അന്തരീക്ഷത്തിൽ ഏഷ്യൻ, കോണ്ടിനെന്റൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിഭവങ്ങൾ ഒരു കുടക്കീഴിലിരുന്ന് ആസ്വദിക്കാൻ കഴിയും. കുടുംബസംഗമങ്ങൾക്കും സൗഹൃദ വിരുന്നുകൾക്കും അനുയോജ്യമായ ആഗോള ഭക്ഷ്യ സംസ്കാരത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോഞ്ച്, ലോഫ്റ്റ്, ലൈവ് എന്നീ 3 സ്പേസുകളാക്കി തിരിച്ചിട്ടുള്ള
സജ്ജീകരിച്ചിട്ടുള്ള വോക്ക് സ്ട്രീറ്റിൽ 300 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ടെറസ് റെസ്റ്റോറന്റും ഏറെ ആകർഷകമാണ്. ഉപഭോക്താക്കൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നല്ല ആംബിയൻസും അൾട്രാ മോഡേൺ ഹൈജീനുമാണ് വോക്ക് സ്ട്രീറ്റിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയെന്നും രാത്രി 2 മണിവരെ തുറന്നു പ്രവർത്തിക്കുമെന്നും സാരഥികളായ OV ഷാബു, PM അമീർ, ഹാഷിം എന്നിവർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഹൈജീൻ സൈഡിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അൾട്രാ മോഡൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചണും അതേപോലെ ഡെഡിക്കേറ്റഡ് ഫ്രീസർ റൂമൊക്കെ മീറ്റുകൾക്ക് സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഏറ്റവും ക്വാളിറ്റിയുള്ള ഫുഡ്, ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. കേരളത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫുഡ് സീറ്റിംഗ് 300 സീറ്റിംഗ് ഓൾമോസ്റ്റ് ഇതിലുണ്ട് ഈ റെസ്റ്റോറൻറ്റ്. ഗ്ലോബൽ ഫുഡായിട്ട് സംഭവം തൃശ്ശൂർ ഫസ്റ്റ്, കേരളത്തിൽ ഫസ്റ്റ് തൃശ്ശൂരാണ്. ഏത് ഗസ്റ്റും വന്നിട്ട് ഏത് സമയത്തും കിച്ചണിൽ കയറാവുന്നതാണ്. ആ ഒരു രീതിയിൽ ഞങ്ങൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ള ഉച്ചരി സെക്ഷൻ ആയാലും കോൾഡ് റൂം ആയാലും A to Z കിച്ചൺ അത്ര ഹൈജീനിക്കലി നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തൃശ്ശൂർ ജനങ്ങളെല്ലാം സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9207 22 11 11 9207 33 11 11. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,865 രൂപ, പവന് 1,26,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇറാനെതിരായ US ഇസ്രയേൽ സംയുക്താക്രമണം രൂക്ഷമായതോടെ ഗൾഫ് മേഖലയിൽ ആശങ്ക. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി വിമാന കമ്പനികൾ. പത്മജ വേണുഗോപാലനെ പുകഴ്ത്തി സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. തൃശൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുള്ള ആളാണ് പത്മജയെന്നും അതവരുടെ മനസ്സ് കണ്ടാൽ അറിയാമെന്നും ഔസേപ്പച്ചൻ. ഈഴവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത കൂടുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണിപ്പവറിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന ചിന്തയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. വാടനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാക്കശ്ശേരി സ്വദേശി ലിജിൻ. 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.